നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലോകത്തെ ഏറ്റവും മികച്ച കോച്ച് ആരാണ്? ഈ ചോദ്യത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങളായിരിക്കും ആരാധകർക്ക് പറയാനുണ്ടാവുക. ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിലെ മികച്ച 50 കോച്ചുമാരുടെ ഒരു റാങ്ക് ESPN പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മളതിൽ ഒരു 20 പേരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത്. 50 എന്ന് പറയുമ്പോൾ വളരെ വലിയ ഒരു വീഡിയോ ആയി പോകും. അതുകൊണ്ട് 20 ആക്കി നമ്മൾ ചുരുക്കുകയാണ്. ഇതിൽ ഓരോ കോച്ചുമാർക്കും അവർ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറി വെച്ചാണ്. ഒന്ന് കോച്ചിങ് സ്റ്റൈല്, അതായത് ഫുട്ബോളിംഗ് സ്റ്റൈലിൻ്റെ ദി അട്രാക്റ്റീവ്നെസ് ഓഫ് ദി ഫുട്ബോളിംഗ് സ്റ്റൈല്, അതായത് കളിയിൽ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ, അതുപോലെ തന്നെ മാനേജറുടെ മത്സരങ്ങളുടെ ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ പീപ്പിൾ മാനേജ്മെൻറ്റ്, താരങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ കോച്ചിങ് എക്യുപ്മെൻറ്റ്, അതായത് എബിലിറ്റി ടു അപ്ലൈ കോച്ചിങ് പ്രിൻസിപ്പിൾസ് ടു എ മാച്ച് സെറ്റിംഗ്. അദ്ദേഹത്തിൻ്റെ കോച്ചിങ് പ്രിൻസിപ്പിൾ ഒരു മാച്ച് സെറ്റിങ്സിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ ഫിസിക്കൽ പ്രിപ്പറേഷൻ, ഇൻ ഗെയിം മാനേജ്മെൻറ്റ്, ഇതൊക്കെയാണ് കോച്ചിങ് എക്യുപ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, അതോടൊപ്പം തന്നെ കോച്ചിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ്സ്. പിന്നെ എക്സ് ഫാക്ടർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ ഐഡിയാസുമായി വന്ന് പെട്ടെന്ന് ഞെട്ടിക്കുക, ഓപ്പണൻറ്റിനെ അത്ഭുതപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു ഫാക്ടർ കൂടി നോക്കുന്നത്. ഇതൊക്കെ വെച്ചുകൊണ്ട് ആണ് റാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ തലപ്പത്ത് നിൽക്കുന്ന 20 പരിശീലകരാരൊക്കെയാണ്? 50 പേരുടെ ലിസ്റ്റാണ് അവരുണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ നമ്മൾ 20 പേരെയാണ് നോക്കുന്നത്. ഇതിൽ 20ാം സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ ചില കോച്ചുമാർ നിലവിൽ ക്ലബിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരോ അല്ലെങ്കിൽ പടിയിറങ്ങിയവരോ ഒക്കെയാണ്. 20ാം സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത് ചാവി ഹെർണാണ്ടസിനെയാണ്. അദ്ദേഹം ഇപ്പോൾ ബാഴ്സലോണയിൽ നിന്ന് സാക്ക് ചെയ്യപ്പെട്ട് പുറത്താണ്. എന്നാൽ പോലും അദ്ദേഹത്തെയാണ് 20ാം സ്ഥാനത്ത് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് കോച്ചിങ് എക്യുപ്മെൻറ്റ് എന്നുള്ളതിൽ 20ൽ 12 റേറ്റിംഗ് കൊടുക്കുമ്പോൾ സ്റ്റൈലിന്, പ്ലേയിങ് സ്റ്റൈലും 20ൽ 15 കൊടുക്കുന്നു. പീപ്പിൾ മാനേജ്മെൻറ്റ് 20ൽ 14, കമ്മ്യൂണിക്കേഷൻ 20ൽ 12, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10ൽ 4, എക്സ് ഫാക്ടർ 10ൽ 7. ടോട്ടൽ അദ്ദേഹത്തിന് 100ൽ 64 പോയിന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 19ാം സ്ഥാനത്ത് സ്റ്റെഫാനോ പിയോലിയാണ്. മിലാനിലുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഇപ്പോൾ അൺഅറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് കോച്ചിങ് എക്യുപ്മെൻറ്റ് 20ൽ 14 കൊടുക്കുന്നു. സ്റ്റൈൽ 20ൽ 13, പീപ്പിൾ മാനേജ്മെൻറ്റ് 20ൽ 14, കമ്മ്യൂണിക്കേഷൻ 20ൽ 12, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10ൽ 6, എക്സ് ഫാക്ടർ 10ൽ 5. ടോട്ടൽ 100ൽ 64 പോയിന്റുകളാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. 18ാം സ്ഥാനത്താണ് FC ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ കോച്ചായിട്ടുള്ള ഹാൻസി ഫ്ലിക്ക് വരുന്നത്. ഹാൻസി ഫ്ലിക്കിന് കോച്ചിങ് എക്യുപ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് 20ൽ 14, സ്റ്റൈൽ 20ൽ 14, പീപ്പിൾ മാനേജ്മെൻറ്റ് 20ൽ 15, കമ്മ്യൂണിക്കേഷൻ 20ൽ 12, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10ൽ 6, എക്സ് ഫാക്ടർ 10ൽ 4. അദ്ദേഹത്തിന് 100ൽ 65 പോയിന്റുകളാണ് ഇപ്പം ESPN കൊടുത്തിരിക്കുന്നത്. ഹോസെ മൊറീഞ്ഞോ ഇപ്പോൾ ഫെനർബാഷയിലാണ് 61കാരനായിട്ടുള്ള കോച്ചുള്ളത്. 17ാം സ്ഥാനത്താണ് മൊറീഞ്ഞോ. കോച്ചിങ് എക്യുപ്മെൻറ്റ് 20ൽ 16, സ്റ്റൈൽ 20ൽ 7, പീപ്പിൾ മാനേജ്മെൻറ്റ് 20ൽ 11, കമ്മ്യൂണിക്കേഷൻ 20ൽ 18, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10ൽ 9, എക്സ് ഫാക്ടർ 10ൽ 4. ടോട്ടൽ 100ൽ 65 അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. 16ാം സ്ഥാനത്ത് റൂബൻ അമോറിമാണ്. 39കാരനായിട്ടുള്ള സ്പോർട്ടിംഗ് CPയുടെ കോച്ചാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കോച്ചിങ് എക്യുപ്മെൻറ്റ് 20ൽ 13, സ്റ്റൈൽ 20ൽ 15, പീപ്പിൾ മാനേജ്മെൻറ്റ് 20ൽ 14, കമ്മ്യൂണിക്കേഷൻ 20ൽ 14, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10ൽ 3, എക്സ് ഫാക്ടർ 10ൽ 7. ടോട്ടൽ 100ൽ 66. 15ാം സ്ഥാനത്ത് ലിവർപൂളിൻ്റെ പുതിയ കോച്ച് ആർനെ സ്ലോട്ടാണ്. അദ്ദേഹത്തിന് കോച്ചിങ് എക്യുപ്മെൻറ്റിന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 20ൽ 14, സ്റ്റൈല് 20ൽ 14, പീപ്പിൾ മാനേജ്മെൻറ്റ് 20ൽ 13, കമ്മ്യൂണിക്കേഷൻ 20ൽ 14, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10ൽ 3, എക്സ് ഫാക്ടർ 10ൽ 8. അദ്ദേഹത്തിന് 100ൽ 66 റേറ്റിംഗ് പോയിന്റ് കൊടുക്കുന്നു. ഡിയേഗോ സിമിയോണി, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ അർജന്റീൻ കോച്ച്, 54കാരനായിട്ടുള്ള സിമിയോണിയാണ് 14ാം സ്ഥാനത്ത്. കോച്ചിങ് എക്യുപ്മെൻറ്റ് 20ൽ 16, സ്റ്റൈല് 20ൽ 11, പീപ്പിൾ മാനേജ്മെൻറ്റ് 20ൽ 14, കമ്മ്യൂണിക്കേഷൻ 20ൽ 12, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10ൽ 7, എക്സ് ഫാക്ടർ 10ൽ 7. ടോട്ടൽ 100ൽ 67 അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. 13ാമത് ആസ്റ്റൺ വില്ലയുടെ ഉനായി എമറിയാണ്. എമറി കോച്ചിങ് എക്യുപ്മെൻറ്റ് നേടിയിരിക്കുന്ന പോയിന്റ് 20ൽ 14, സ്റ്റൈല് 20ൽ 14, പീപ്പിൾ മാനേജ്മെൻറ്റ് 20ൽ 15, കമ്മ്യൂണിക്കേഷൻ 20ൽ 13, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10ൽ 6, എക്സ് ഫാക്ടർ 10ൽ 6. ടോട്ടൽ 100ൽ 68. 12ാം സ്ഥാനത്ത് തോമസ് ടൂഷേലാണ്. അദ്ദേഹം ഇപ്പോൾ അൺഅറ്റാച്ച്ഡ് ആണ്, നമുക്കറിയാം, ഒരു ക്ലബിലും ഇല്ല.
കോച്ചിങ് അക്യൂമൻ 20-16, സ്റ്റൈൽ 20-13, പീപ്പിൾ മാനേജ്മെൻറ്റ് 20-13, കമ്മ്യൂണിക്കേഷൻ 20-13, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10-7, എക്സ് ഫാക്ടർ 10-6. അദ്ദേഹത്തിന് ടോട്ടൽ കൊടുത്തിരിക്കുന്നത് 100-68. 11ാമത് വരുന്നത് യുവൻഡസിൻ്റെ നിലവിലെ കോച്ച് തിയാഗോ മോട്ടയാണ്. 42-കാരനായിട്ടുള്ള കോച്ചിന് കോച്ചിങ് അക്യൂമൻ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് 20-14, സ്റ്റൈൽ 20-14, പീപ്പിൾ മാനേജ്മെൻറ്റ് 20-15, കമ്മ്യൂണിക്കേഷൻ 20-15, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10-3, എക്സ് ഫാക്ടർ 10-8, ടോട്ടൽ 100-69 കൊടുത്തിരിക്കുന്നത്. 10ാം സ്ഥാനത്ത് അത്ലറ്റിക് ക്ലബിൻ്റെ കോച്ച്, മുൻ ബാഴ്സലോണ കോച്ചൊക്കെ ആയിട്ടുള്ള ഏണസ്റ്റോ വാൽവർദെ. 60-കാരനായിട്ടുള്ള കോച്ചിന് കോച്ചിങ് അക്യൂമൻ കൊടുത്തിരിക്കുന്നത് 20-15, സ്റ്റൈൽ 20-14, പീപ്പിൾ മാനേജ്മെൻറ്റ് 20-16, കമ്മ്യൂണിക്കേഷൻ 20-14, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10-6, എക്സ് ഫാക്ടർ 10-5, ടോട്ടൽ അദ്ദേഹത്തിന് 100-70 മാർക്ക് കൊടുക്കുന്നു. 9ാമത് ഇപ്പോൾ അൺഅറ്റാച്ച്ഡ് ആണ് അർജന്റീൻ കോച്ചായ മൗറിസിയോ പൊച്ചറ്റിനോ. പൊച്ചയ്ക്ക് കോച്ചിങ് അക്യൂമൻ കൊടുത്തിരിക്കുന്നത് 20-15, സ്റ്റൈല് 20-14, പീപ്പിൾ മാനേജ്മെൻറ്റ് 20-16, കമ്മ്യൂണിക്കേഷൻ 20-16, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10-5, എക്സ് ഫാക്ടർ 10-5, ടോട്ടൽ 100-71. 8ാമത് ജിയാൻ പിയറോ ഗാസ്പെറിനിയാണ്. ഗാസ്പെറിനി അറ്റ്ലാന്റയുടെ കോച്ചാണ്. 66-കാരനായിട്ടുള്ള കോച്ചിന് അക്യൂമൻ കൊടുത്തിരിക്കുന്നത് 20-18, സ്റ്റൈൽ 20-14, പീപ്പിൾ മാനേജ്മെൻറ്റ് 20-15, കമ്മ്യൂണിക്കേഷൻ 20-13, ഹിസ്റ്ററി 10-6, എക്സ് ഫാക്ടർ 10-6, ടോട്ടൽ 72 മാർക്ക് 100. ഇനി 7ാം സ്ഥാനത്ത് സിമോൺ ഇൻസാഗിയാണ്, ഇന്റർ മിലാൻ്റെ കോച്ച്. 48-കാരനായിട്ടുള്ള കോച്ചിന് കോച്ചിങ് അക്യൂമൻ 20-17, സ്റ്റൈൽ 20-14, പീപ്പിൾ മാനേജ്മെൻറ്റ് 20-14, കമ്മ്യൂണിക്കേഷൻ 20-14, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10-6, എക്സ് ഫാക്ടർ 10-8, ടോട്ടൽ 173 മാർക്ക്. പാരീസ് സെന്റ് ജർമ്മൻ്റെ കോച്ച് ലൂയിസ് എൻറിക്കെ 6ാം സ്ഥാനത്ത്. 20-14 കോച്ചിങ് അക്യൂമന് മാർക്ക്, സ്റ്റൈല് 20-15, പീപ്പിൾ മാനേജ്മെൻറ്റ് 20-17, കമ്മ്യൂണിക്കേഷൻ 20-16, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10-6, എക്സ് ഫാക്ടർ 10-6, ടോട്ടൽ 174. സാബി അലോൺസോ ബയർ ലെവർക്യൂസന്റെ മിന്നും കോച്ച്. 42-കാരനായിട്ടുള്ള സാബി അലോൺസോക്ക് 5ാം സ്ഥാനം കൊടുക്കുമ്പോൾ കോച്ചിങ് അക്യൂമൻ 20-15 മാർക്ക്, സ്റ്റൈൽ 20-15, പീപ്പിൾ മാനേജ്മെൻറ്റ് 20-18, കമ്മ്യൂണിക്കേഷൻ 20-15, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10-6, എക്സ് ഫാക്ടർ 10-9, ടോട്ടൽ 178. 4ാം സ്ഥാനത്ത് ആഴ്സണലിൻ്റെ കോച്ച് മൈക്കൽ ആർട്ടിറ്റ. 42-കാരനായിട്ടുള്ള കോച്ചിന് കോച്ചിങ് അക്യൂമൻ 20-16, സ്റ്റൈല് 20-18, പീപ്പിൾ മാനേജ്മെൻറ്റ് 20-18, കമ്മ്യൂണിക്കേഷൻ 20-16, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10-4, എക്സ് ഫാക്ടർ 10-8, ടോട്ടൽ 180. 3ാമത് ഇപ്പോൾ അൺഅറ്റാച്ച്ഡ് ആണ് ലിവർപൂളിൻ്റെ മുൻ കോച്ച് യർഗൻ ക്ലോപ്പ്. കോച്ചിങ് അക്യൂമന് 20-16, സ്റ്റൈല് 20-16, പീപ്പിൾ മാനേജ്മെൻറ്റ് 20-19, കമ്മ്യൂണിക്കേഷൻ 20-19, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10-7, എക്സ് ഫാക്ടർ 10-8, ടോട്ടൽ 185. 2ാമത് കാർലോ ആഞ്ചലോട്ടി, റയൽ മാഡ്രിഡിൻ്റെ 65-കാരനായിട്ടുള്ള കോച്ചിൻ്റെ കോച്ചിങ് അക്യൂമൻ റേറ്റിംഗ് വന്നിരിക്കുന്നത് 20-17, സ്റ്റൈല് 20-16, പീപ്പിൾ മാനേജ്മെൻറ്റ് 20-20, 20 ഔട്ട് ഓഫ് 20. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഴിവ്. കമ്മ്യൂണിക്കേഷൻ 20-17, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10-10. എല്ലാ ലീഗുകളിലും പോയി, യൂറോപ്പിലെ ടോപ്പ് ലീഗുകളിലൊക്കെ കിരീടം ചൂടിയ ആൾ. സോ ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10-10, എക്സ് ഫാക്ടർ 10-7, ടോട്ടല് 187. ഇനി 1ാമത് മറ്റാരുമല്ല പെപ്പാണ്, പെപ്പ് ഗാർഡിയോള. 53-കാരനായ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ചിന് കോച്ചിങ് അക്യൂമൻ കൊടുത്തിരിക്കുന്നത് 20-18, സ്റ്റൈൽ 20-18, പീപ്പിൾ മാനേജ്മെൻറ്റ് 20-17, കമ്മ്യൂണിക്കേഷൻ 20-18, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10-9, എക്സ് ഫാക്ടർ 10-9, ടോട്ടൽ 189. അപ്പോൾ ആഞ്ചലോട്ടിയും ഇദ്ദേഹവും തമ്മിലുള്ള ഒരു വ്യത്യാസം 2 പോയിന്റ് വ്യത്യാസമാണ് വരുന്നത്. പക്ഷേ ആഞ്ചലോട്ടിക്ക് ഇപ്പം പീപ്പിൾ മാനേജ്മെൻറ്റിലും ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റിലും ഒക്കെ കംപ്ലീറ്റ് മാർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കോച്ചുമാരെ ചെറിയൊരു വ്യത്യാസത്തിൽ ESPN ഇങ്ങനെ 1-2 സ്ഥാനങ്ങൾ പ്രതിഷ്ഠിച്ചു എന്നേ ഉള്ളൂ. ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും ഈ കാര്യത്തിലൊക്കെ. ഏതായാലും ഇതാണ് ESPN പുറത്തിരിക്കുന്ന റാങ്കിങ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.